ഇപ്പോൾ വലിയ ആശങ്കയായി മാറുകയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ജാഗ്രതയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ചികിത്സയിലുള്ളവരുടെ എണ്ണം കൂടുകയാണ്. ഇന്നലെ 2 പേർക്ക് കൂടി ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 11 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഒരാൾ മുങ്ങി കുളിക്കുകയോ ചാടി കുളിക്കുകയോ ചെയ്യുമ്പോൾ ഈ അമീബ നമ്മുടെ മൂക്ക് വഴി ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് എന്നൊരു പ്ലേറ്റ് വഴി ബ്രെയിനിലോട്ട് ഇൻവൈഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. ക്ലോറിനേറ്റ് ചെയ്യാത്ത കിണറുകളിലെയും ടാങ്കുകളിലെയും വെള്ളം സാധാരണഗതിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കില്ല. എന്നാൽ അത്തരം വെള്ളം ഉപയോഗിച്ച് ഒരാൾ മൂക്കിലൂടെ ഉള്ളോട്ടേക്ക് വലിച്ചു കയറ്റുന്ന ഒരു പ്രക്രിയ, അത് എന്തിനു വേണ്ടിയെങ്കിലും ചെയ്താൽ അത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവാനുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു സാധ്യതയാണ്. ഈ കുളത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കിണറും വാട്ടർ ടാങ്കും ഒക്കെ ശുദ്ധീകരിച്ച് അമീബിക് വിമുക്തമാക്കേണ്ട സാഹചര്യം അടിയന്തരമായി വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ വിശദമായ പഠനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുതന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്.